ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീറ്റ് പ്രീവിയസ് ഇയർ ബയോളജി ക്വസ്റ്റ്യൻസ് 2017 ആണ്. ഇതിൻ്റെ മുൻപത്തെ വീഡിയോസിലായിട്ട് നമ്മൾ 2018, 2019 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതേ മുകളിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2017 ക്വസ്റ്റ്യൻ പേപ്പറിലെ 139 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 139. In case of poriferans, the spongocele is lined with flagellated cells called poriferansil. സ്പോഞ്ചോസീൽസിന് ലൈൻ ചെയ്തിട്ടുള്ള ഒരു ഫ്ലജലേറ്റഡ് സെൽസ് ഉണ്ട്. അതിൻ്റെ പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് +1 ബയോളജി ചാപ്റ്റർ ആനിമൽ കിങ്ഡം, അതിൽ പേജ് നമ്പർ 49 സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3, കോആനോസൈറ്റ്സ്. ഈ കോആനോസൈറ്റ്സിനെ തന്നെയാണ് കോളർ സെൽസ് എന്നും പറയുന്നത്. ഈ കോആനോസൈറ്റ്സിലുള്ള ഫ്ലജല്ല അത് വാട്ടർ കനാൽ സിസ്റ്റത്തിൽ വാട്ടർ സർക്കുലേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 140. വിച്ച് ഓഫ് ദ ഫോളോയിങ് RNAs ഷുഡ് ബി മോസ്റ്റ് അബണ്ടന്റ് ഇൻ ആനിമൽ സെൽസ്? ഓപ്ഷൻ 1 rRNA, ഓപ്ഷൻ 2 tRNA, ഓപ്ഷൻ 3 mRNA, ഓപ്ഷൻ 4 miRNA. ഈ RNAസിൽ ഏതാണ് ആനിമൽ സെൽസിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്? അപ്പം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്. ദാറ്റ് ഈസ് rRNA. റൈബോസോമൽ RNAs ആണ് ആനിമൽ സെൽസിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. 80% ഓഫ് ടോട്ടൽ RNA ഓഫ് ദ സെൽ അത് rRNAs ആണ്. ഈ rRNAs ആണ് കോഡിംഗ് ആൻഡ് പ്രോട്ടീൻ പ്രൊഡ്യൂസിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന RNAs. ക്വസ്റ്റ്യൻ നമ്പർ 141. വിച്ച് അമംഗ് ദീസ് ഇസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് അക്വാറ്റിക് മാമൽസ്? ഇതിൽ അക്വാറ്റിക് മാമൽസിന്, അതായത് സസ്തനിക്ക് എക്സാമ്പിൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കെല്ലാം അറിയുന്ന ഒരു എക്സാമ്പിളാണ്. ലോകത്തെ ഏറ്റവും വലിയ സസ്തനി എന്ന് പറയുന്നത് നീലത്തിമിംഗലം ഓർ വെയിൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വെയിൽസ് ഇല്ലാത്ത 2 ഓപ്ഷൻസ്, ഓപ്ഷൻ 1 and 2, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇതുകൂടാതെ തന്നെ മാമൽസ് എന്ന ക്ലാസ്സിൽ വരുന്ന ബാക്കി ഓർഗാനിസംസ് ആണ് ഡോൾഫിൻസ് ആൻഡ് സീൽസ്. ഇതുകൂടാതെ വെയിൽസും മമേലിയയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇത് 3 പേരുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3, വെയിൽസ്, ഡോൾഫിൻസ് ആൻഡ് സീൽസ്. ഇവരെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ആനിമൽ കിങ്ഡം എന്ന +1 ബയോളജി ചാപ്റ്ററിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 142. വിത്ത് റെഫറൻസ് ടു ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? ഇതിൽ ഫോട്ടോസിന്തസിസിന്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിനെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ ലൈറ്റ് സാച്ചുറേഷൻ ഫോർ കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ ഒക്കർ അറ്റ് 10% ഓഫ് ഫുൾ സൺലൈറ്റ്, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ ഇൻക്രീസിംഗ് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ അപ് ടു 0.05% ക്യാൻ എൻഹാൻസ് കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷനിൽ 0.05% വരെയുള്ള ഇൻക്രീസ് ഈ കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ, ഫോട്ടോസിന്തസിസിലെ കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. തേർഡ് ഓപ്ഷൻ C3 പ്ലാന്റ്സ് റെസ്പോൺസ് ടു ഹയർ ടെമ്പറേച്ചേഴ്സ് വിത്ത് എൻഹാൻസ്ഡ് ഫോട്ടോസിന്തസിസ് വൈൽ C4 പ്ലാന്റ്സ് ഹാവ് മച്ച് ലോവർ ടെമ്പറേച്ചർ ഒപ്റ്റിമം. അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ C3 പ്ലാന്റ്സിനെ കുറിച്ചും C4 പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിൽ C4 പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചറിൽ വളരുന്ന പ്ലാന്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ കാക്ടസ് ഒക്കെ, ഇവർക്ക് ഹയർ ടെമ്പറേച്ചർ ഒപ്റ്റിമം ആയിരിക്കും. ഇതിന് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് പൈറുവേറ്റ് ഫോസ്ഫേറ്റ് ഡൈക്കൈനേസ് എൻസൈം ആണ്. എന്നാൽ C3 പ്ലാന്റ്സ് അത് കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ വളരുന്ന പ്ലാന്റ്സ് ആണ്. ഇവരുടെ ഫോട്ടോസിന്തസിസ് റേറ്റ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കുറയാൻ തുടങ്ങും. ദാറ്റ് ഈസ് ഡിക്രീസസ് അറ്റ് ഹയർ ടെമ്പറേച്ചർ ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഫോട്ടോ റെസ്പിറേഷൻ. C3 പ്ലാന്റ്സിൽ കാണുന്നതാണ് ഫോട്ടോ റെസ്പിറേഷൻ. അതുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് റേറ്റ് കുറയും. സോ ഇതിൽ തേർഡ് ഓപ്ഷൻ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻഡ് ഫോർത്ത് വൺ, ടൊമാറ്റോ ഈസ് എ ഗ്രീൻ ഹൗസ് ക്രോപ്പ് വിച്ച് ക്യാൻ ബി ഗ്രോൺ ഇൻ കാർബൺ ഡയോക്സൈഡ് എൻറിച്ച്ഡ് അറ്റ്മോസ്ഫിയർ ഫോർ ഹയർ ഈൽഡ്. അതും ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. നമുക്ക് ടൊമാറ്റോ പ്ലാന്റ്സിനെ ഗ്രീൻ ഹൗസിൽ വളർത്താൻ പറ്റും. സോ ഇതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ 3 ആണ്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. ക്വസ്റ്റ്യൻ നമ്പർ 144. ഔട്ട് ഓഫ് X pairs of ribs in human, only Y pairs are true ribs. Select the option that correctly represent value of X and Y and provide their explanation. ഇതിൽ റിബ്സിൻ്റെ എണ്ണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. മാത്രമല്ല എത്ര പെയർസ് ആണ് ട്രൂ റിബ്സ് ആയിട്ടുള്ളത്, അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്.
ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന +1 ബയോളജി ചാപ്റ്ററിലാണ്. നമുക്കറിയാം ഹ്യൂമൻസിൽ 12 പെയർസ് ഓഫ് റിബ്സ് ആണുള്ളത്. ഇതിൽ ഫസ്റ്റ് മുതൽ 7th വരെയുള്ള പെയർസ് വെൻട്രലി സ്റ്റേണോ ആയിട്ടും ഡോർസലി വെർട്ടിബ്രൽ കോളോ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഓപ്ഷൻ സോൾവ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പെയറാണ്, നമ്പർ ഓഫ് റിബ്സ് അല്ല. ടോട്ടൽ 24 റിബ്സ് ഉണ്ടാവും, പക്ഷേ 12 പെയർസ് ആണ് ഉണ്ടാവുക. സോ x = 12 ആൻഡ് y = 7. അങ്ങനെയുള്ള ഒറ്റൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അതാണ് ഓപ്ഷൻ 1. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തത് ട്രൂ റിബ്സ് ആർ അറ്റാച്ച്ഡ് ടു ഡോർസലി ടു വെർട്ടിബ്രൽ കോളം ആൻഡ് വെൻട്രലി ടു ദ സ്റ്റേർണം. അപ്പം അതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. So the correct statement is option 1. Question number 145. In the DNA fragment separated on agarose gel can be visualized after staining with. നമ്മൾ അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ ഈ DNA ഫ്രാഗ്മെൻറ്റ്സ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് അതിന് സ്റ്റെയിൻ ചെയ്യുമ്പോഴാണ്, അതായത് കളർ കൊടുക്കുമ്പോഴാണ്. അതിന് യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് +2 ബയോളജി ചാപ്റ്റർ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. അതിൽ പേജ് നമ്പർ 198 ഇതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4 എഥീഡിയം ബ്രോമൈഡ്. ഈ എഥീഡിയം ബ്രോമൈഡ് വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം UV ലൈറ്റിൽ നമുക്ക് DNA ഫ്രാഗ്മെൻറ്റ്സ് ഓറഞ്ച് കളറിൽ കാണാൻ പറ്റും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ നമ്പർ 146. ഫങ്ഷണൽ മെഗാസ്പോർസ് in an angiosperm develops into. ആൻജിയോസ്പേംസിലെ ഫങ്ഷണൽ മെഗാസ്പോർസ് എന്തായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് +2 ബയോളജി ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3 embryo sac. Question number 147. Among the following characters, which one was not considered by Mendel in the experiment on pea? നമ്മൾ പയർചെടിയിലെ മെൻഡൽ നടത്തിയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഏത് ക്യാരക്ടറാണ് യൂസ് ചെയ്തിട്ടില്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം എക്സ്പെരിമെൻറ്റ് നടത്തുമ്പം മെൻഡൽ 7 ക്യാരക്ടേഴ്സാണ് യൂസ് ചെയ്തത്. ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് +2 ബയോളജി ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. അതിൽ പേജ് നമ്പർ 71 അപ്പം ഈ 7 ക്യാരക്ടേഴ്സിൽ വരുന്നതാണ് സ്റ്റെം ഹൈറ്റ്, ഫ്ലവർ കളർ, ഫ്ലവർ പൊസിഷൻ, പോഡ് ഷേപ്പ്, പോഡ് കളർ, സീഡ് ഷേപ്പ്, സീഡ് കളർ. അപ്പോൾ ഇതിൽ സ്റ്റെം, സീഡ്, പോഡ് എന്നീ 3 ഓപ്ഷൻസും ശരിയാണ്. അപ്പോൾ അതിലില്ലാത്തത് ട്രൈക്കോംസ് ആണ്. മെൻ്റൽ കൺസിഡർ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ് നേച്ചർ ഓഫ് ട്രൈക്കോംസ്. അപ്പോൾ അതാണ് റോങ് ആയിട്ടുള്ള ഓപ്ഷൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2 ട്രൈക്കോംസ്. Question number 148. Lungs are made up of air-filled sacs. The alveoli, they do not collapse even after forceful expiration because of. നമുക്കറിയാം ലങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എയർ ഫിൽഡ് സാക്സ് ആയിട്ടുള്ള ആൽവിയോളെ വെച്ചിട്ടാണ്. അപ്പം ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള എക്സ്പിരേഷന് ശേഷവും ഈ ആൽവിയോളെ കൊളാപ്സ് ചെയ്യുന്നില്ല. അതിന് കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് +1 ബയോളജി ചാപ്റ്റർ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അതിൽ പേജ് നമ്പർ 272. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1 റെസിഡ്യുവൽ വോളിയം. ഒരു ഫോഴ്സ്ഫുൾ എക്സ്പിരേഷന് ശേഷവും ലങ്സ് പ്രസൻ്റ് ആയിട്ടുള്ള എയറിൻ്റെ വോളിയത്തിനെയാണ് റെസിഡ്യുവൽ വോളിയം എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ആൽവിയോളെ ഒരു ഫോഴ്സ്ഫുൾ എക്സ്പിരേഷന് ശേഷവും കൊളാപ്സ് ചെയ്യാതെ നിൽക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1 റെസിഡ്യുവൽ വോളിയം. Question number 149. Gonadotropin releasing hormone. A hypothalamic hormone needed in reproduction. ആക്സോൺ ഹൈപ്പോതലാമസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ഇത് ആക്ട് ചെയ്യുന്നത് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു റീപ്രൊഡക്ഷന് ആവശ്യമുള്ള ഒരു ഹോർമോണാണ്. ഇത് ആക്ട് ചെയ്യുന്നത് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് +2 ബയോളജി ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അതിൽ പേജ് നമ്പർ 47. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2 ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് സ്റ്റിമുലേറ്റ്സ് സെക്രീഷൻ ഓഫ് LH ആൻഡ് FSH ഹോർമോൺ. ഗൊണാഡോട്രോപ്പിൻസ് ആയിട്ടുള്ള FSH ആൻഡ് LH ഹോർമോൺസിൻ്റെ സ്റ്റിമുലേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. ക്വസ്റ്റ്യൻ നമ്പർ 150. ഇൻ ബൊഗൻവില്ല തോൺസ് ആർ ദ മോഡിഫിക്കേഷൻ ഓഫ്. ബൊഗൻവില്ലയിൽ കാണുന്ന തോൺസ് മുള്ള് അത് എന്തിൻ്റെ മോഡിഫിക്കേഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് +1 ബയോളജി ചാപ്റ്റർ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതിൽ പേജ് നമ്പർ 68. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3 സ്റ്റെം. സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷൻ ആണ് ബൊഗൻവില്ലയിൽ കാണുന്ന തോൺസ്. ക്വസ്റ്റ്യൻ നമ്പർ 151. വിച്ച് വൺ ഫ്രം ദോസ് ഗിവൺ ബിലോ ഇസ് ദ പീരിയഡ്
ഫോർ മെൻഡൽസ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ്. കുറച്ച് ഇയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ മെൻഡലിൻ്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ് നടന്നത് ഏത് ടൈം പീരീഡിന് ഉള്ളിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ റെയറായിട്ട് ചോദിക്കുന്നതാണ്. നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2019 ആൻഡ് 2018 ഡിസ്കസ് ചെയ്തു. അതിലൊന്നും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇയേഴ്സും കൂടി ഓർത്ത് വെക്കണം. ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് +2 ബയോളജി ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. അതിൽ പേജ് നമ്പർ 70 7 years മെൻഡൽ നടത്തിയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ആണ് ലിവിങ് ഓർഗാനിസംസിലെ ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ് ഒക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. സോ ആ ടൈം പീരീഡാണ് 1856 to 1863. So the correct answer is option 1. Question number 152. Good vision depends on adequate intake of carotene rich food. Select the best options from the following statement. ഇതിൽ കരോട്ടിനുമായിട്ട് റിലേറ്റഡ് ആയ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കൊടുത്തത്. അതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വിറ്റമിൻ എ ഡെറിവേറ്റീവ്സ് ആർ ഫോംഡ് ഫ്രം കരോട്ടീൻസ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ ബി, ദ ഫോട്ടോ പിഗ്മെൻറ്റ്സ് ആർ എംബഡഡ് ഇൻ ദ മെംബ്രെയിൻ ഡിസ്ക് ഓഫ് ദ ഇന്നർ സെഗ്മെൻറ്റ്. അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ 3, റെറ്റിനാൽ ഇസ് ഡെറിവേറ്റീവ് ഓഫ് വിറ്റമിൻ എ. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻഡ് ഓപ്ഷൻ ഡി, റെറ്റിനാൽ ഇസ് എ ലൈറ്റ് അബ്സോർബിംഗ് പാർട്ട് ഓഫ് ഓൾ ദ വിഷ്വൽ ഫോട്ടോ പിഗ്മെൻറ്റ്സ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം നമുക്ക് എ, സി, ഡി ഈ 3 സ്റ്റേറ്റ്മെൻറ്റുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കാം. യെസ്, ഓപ്ഷൻ 2. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2, A, C and D. Question number 153. Which one of the following statement is not valid for aerosol? ഇതിൽ എയറോസോളുമായിട്ട് റിലേറ്റഡ് ആയ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കൊടുത്തത്. അതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദേ ആർ ഹാംഫുൾ ടു ഹ്യൂമൻ ഹെൽത്ത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹ്യൂമൻസിന് മാത്രമല്ല പ്ലാന്റ്സിനും എയറോസോൾസ് കാരണം പ്രോബ്ലംസ് ഉണ്ടാവും. ഓപ്ഷൻ 2, ദേ ആൾട്ടർ റെയിൻഫോൾ ആൻഡ് മൺസൂൺ പാറ്റേൺ. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ 3, ദേ കോസ് ഇൻക്രീസ്ഡ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്ലാന്റ്സിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് എയറോസോൾസ് കാരണം ഉണ്ടാകുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അത് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്യാൻ കാരണമാവും. ഓപ്ഷൻ 4, ദേ ഹാവ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ അഗ്രികൾച്ചർ ലാൻഡ്. അത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ബിക്കോസ് നമ്മൾ പറഞ്ഞല്ലോ പ്ലാന്റ്സിന് അത് നെഗറ്റീവ് ഇമ്പാക്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ ലാൻഡ്സിന് നെഗറ്റീവ് ഇമ്പാക്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. So the correct answer is option 3. That's it for today. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഓൺ ദ കമൻറ്റ് സെക്ഷൻ. ഓർ സ്റ്റഡി ബോട്ടണി നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഇതേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.